ഈ ലൈവിലൂടെ എന്നെ കാണുന്ന കുടുംബങ്ങളോട് നിലനിൽക്കുന്ന ഒരു ശുഭകാലം, നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം, നിലനിൽക്കുന്ന സാമ്പത്തികം, നിലനിൽക്കുന്ന സന്തോഷം, നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന വിടുതൽ, നിലനിൽക്കുന്ന ശുശ്രൂഷ, നിലനിൽക്കുന്ന അഭിഷേകം in the name of Jesus. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയ സഭയിലെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അതിപ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ. യോഹന്നാൻ 14:6 യേശു പറയുന്നു, ഐ ആം ദ വേ, ഞാൻ വഴിയാകുന്നു. റെവലേഷൻ ചാപ്റ്റർ 3 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഡോർ, യേശു വാതിലാകുന്നു. യേശു വഴിയാകുന്നു, യേശു വാതിലാകുന്നു. വായ്കൾ തുറന്ന് നിങ്ങൾ പറയുമോ, യേശു എൻ്റെ ജീവിതത്തിൻ്റെ വഴിയാകുന്നു, യേശു എൻ്റെ ജീവിതത്തിൻ്റെ വാതിലാകുന്നു. ഇത് ഒരു പ്രൊഫറ്റിക്കലായിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ പോകേണ്ട വഴി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഈ ഇരിക്കുന്ന കുഞ്ഞു മോൾ തൊട്ട് ആയിരിക്കുന്ന അമ്മച്ചിയുടെ മുൻപിൽ വരെ ഒരു ഡെസ്റ്റിനി ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് നമ്മളുടെ ഓട്ടം. ലക്ഷ്യബോധമില്ലാത്ത അലക്ഷ്യമായ ഒരു ജീവിതമല്ല യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ക്രിസ്തീയ ജീവിതം. നമുക്ക് തോന്നുന്ന വഴികളെല്ലാം ശരിയായ വഴികളാകണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴികൾ തെറ്റാം. വഴികൾ തെറ്റുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനികൾ, അതിൻ്റെ ദൂരങ്ങൾ മാറിപ്പോകാം. ശരിക്കും മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മളൊക്കെ സാധാരണ ഈ റോഡിൽ കാണുന്ന ഒരു വേർഡാണ് യു ടേൺ. യു ടേൺ, വണ്ടി യു ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നീ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ ഇനിയും പോയി നിന്റെ സമയം കളഞ്ഞാൽ നീ എത്തേണ്ടിടത്ത് എത്തുകയില്ല, നിന്റെ സമയം പോകുകയും ചെയ്യും. അതുകൊണ്ട് ഒറ്റ വഴിയേ നിന്റെ മുമ്പിലുള്ളൂ, യു ടേൺ എടുക്കുക, വണ്ടി തിരിക്കുക. ഈ വഴി അറിയാവുന്നവൻ്റെ അടുക്കൽ വഴി ചോദിച്ചാൽ ഒരു വഴിയിലൂടെ നമ്മൾ പോകത്തുള്ളൂ. വഴി അറിയാത്തവനോട് വഴി ചോദിച്ചാൽ പല വഴികളിലൂടെ പോയി പെരുവഴിയാകും. അപ്പോൾ വഴി അറിയാവുന്നവനോട് വഴി ചോദിക്കുക. വഴിയായവൻ ഈ ഭൂമിയിൽ വന്ന് പറയുന്നു, ഐ ആം ദ വേ, ഐ ആം ദ വേ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ജ്ഞാനിയിൽ ജ്ഞാനിയായ സോളമൻ, ശലോമോൻ രാജാവ്, ജീവിതത്തിൽ ആ മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളില്ല. സകല വഴികളിലൂടെയും യാത്ര ചെയ്ത മനുഷ്യനാണ് സോളമൻ.
രാജകീയ വഴികളിലൂടെ താൻ യാത്ര ചെയ്തിട്ടുണ്ട്. പാപത്തിൻ്റെ വഴികളിലൂടെ താൻ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവകൃപയുടെ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തൻ്റെ അപ്പന് നിർവഹിക്കുവാൻ കഴിയാത്ത പല വഴികളിലൂടെയും താൻ യാത്ര ചെയ്ത് ദാവീദിന് ചെയ്തെടുക്കാൻ കഴിയാത്തത് പലതും സോളമൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത മനുഷ്യൻ സദൃശവാക്യം 14:12 തിരുവെഴുത്തിൽ വ്യക്തമാക്കുകയാണ്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. എനിക്ക് ചൊവ്വായി തോന്നുന്ന വഴികളെല്ലാം ശരിയായ വഴികളാകണം എന്നില്ല. ഞാൻ രാജാവാണെങ്കിലും ഞാൻ രാജ്ഞിയാണെങ്കിലും. അവിടെയാണ് ഈ മനുഷ്യന്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് 27-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അഭിഷിക്തൻ, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, എൻ്റെ ശത്രുക്കൾ നിമിത്തം ഞാൻ പോകേണ്ടുന്ന പാതയിൽ എന്നെ നടത്തണം. 27-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ മറുപടി തനിക്ക് ലഭിക്കുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിലാണ്. സങ്കീർത്തനം 32:8 ദൈവം ദാവീദിനോട് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് പകലിൽ ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ മുമ്പിൽ ഒരു വഴി നീ കാണിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ അതിന് ഉത്തരം തരുന്ന, അതിന് മറുപടി പറയുന്ന ഒരു പകലാണ് ഈ പകലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് എൻ്റെ 2 കണ്ണുകളും നിന്റെ മേലിൽ നിന്ന് മാറ്റാതെ ഞാൻ നിന്റെ മേൽ എൻ്റെ കണ്ണുകളെ ഉറപ്പിച്ച് ഇന്ന് പകൽ നിനക്ക് ആലോചന പറഞ്ഞു തരും. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഇത് ദാവീദിന് മനസ്സിലായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സ്വന്തം വഴികളിൽ ഞാൻ സഞ്ചരിക്കാതെ ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരുമെന്ന് തിരിച്ചറിഞ്ഞ ഭക്തൻ പൊതുവായി ഒരു കാര്യം ജനത്തോട് അറിയിച്ചു. 37-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ തിരുവെഴുത്തിൽ, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അത് അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തോട് നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം പോകേണ്ടുന്ന പാത എനിക്ക് കാണിച്ചു തരണമേ എന്ന് ചോദിച്ചാൽ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തന്ന് വഴി തെറ്റിക്കാതെ എൻ്റെ ഡെസ്റ്റിനിയിലേക്ക് എന്നെ നയിക്കുവാൻ, ആ ലക്ഷ്യസ്ഥാനത്തിൽ എന്നെ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന ഉറപ്പ് ലഭിച്ച മനുഷ്യൻ പൊതുവായി ഇന്ന് പകൽ ഡെലിവറൻസ് ചർച്ചിനോട് പറയുന്നു, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ഇന്ന് പകൽ ഒത്തിരി ആവശ്യങ്ങളുടെ മധ്യയിൽ എന്നെ കാണുന്നവരുണ്ട്, ഒത്തിരി വെല്ലുവിളികളുടെ മധ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവസഭയുടെ ആവശ്യങ്ങളുടെ മധ്യയിൽ നിന്ന് ദൈവത്തോട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് കർത്താവിന് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ, നീ എൻ്റെ വഴിയിൽ നിൽക്കുക, നീ എൻ്റെ പാതയിൽ നടക്കുക, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകത്തില്ല. എനിക്കറിയാം, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്കറിയാം, ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന നിലയിൽ എനിക്കറിയാം, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ സഭയിൽ എന്തൊക്കെയോ വഴികൾ തുറക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറുകളാണ്. അത് ശുശ്രൂഷയുടെ മേഖലയിലാകാം,
നിങ്ങളുടെ ആത്മീക നിലവാരത്തിലാകാം, നിങ്ങളുടെ ഫൈനാൻഷ്യലാകാം, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാകാം, എന്തുമാകാം. Almighty God will open new way in your life. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മുൻപുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകളും തന്നെ. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കും തന്നെ. ആസാഫ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ 81-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ആസാഫിനോട് ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തിനു വേണ്ടി ഇസ്രായേലെ നീ എന്റെ വഴിയിൽ നടക്കണം? 14-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരിയുടെ നേരെ എന്റെ കൈ തിരിയുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നീ എന്റെ വഴിയിൽ നിന്നാ മതി. പാറയിൽ നിന്ന് തേൻ ഞാൻ കൊണ്ടുവരും, മേൽത്തരമായ ഗോതമ്പ് ഞാൻ കൊണ്ടുവരും, നിന്റെ വൈരികളെ ഞാൻ നിന്റെ മുമ്പിൽ കീഴടക്കും. ആമേ, നിനക്ക് വിരോധമായി തിരിഞ്ഞ സകല കരങ്ങളെയും ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കും. In the name of Jesus. Shabrako Sabrianteli Andros. In the mighty name of Jesus. Sabro Kama Mariante Beholi Antara Siara. Oseta Mariante Riatarsia. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുന്നു, നീ എന്റെ വഴിയിലേക്ക് തിരിഞ്ഞെങ്കിൽ, ഞാൻ നിന്നോട് പറയുന്ന എന്റെ വഴിയിലേക്ക് നീ മടങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ നീ എന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ, ഞാൻ പറയുന്ന വഴിയിലേക്ക് നീ വന്നാൽ, നിന്റെ വൈരികളെ ഞാൻ തകർത്തെറിയും. പാറയിൽ നിന്ന് ഞാൻ നിനക്ക് തേൻ കൊണ്ടുവരും. സാധാ ഗോതമ്പല്ല, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കും. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴടക്കും. നിന്റെ ശുഭകാലം ഏപ്രിലിലും മെയിലും മാത്രമല്ല, ഒരാഴ്ചത്തേക്കല്ല, എന്നേക്കും. The everlasting blessing, the everlasting prosperity, the everlasting deliverance, the everlasting miracle in the name of Jesus. Hallelujah. എന്നേക്കും നിലനിൽക്കുന്ന ശുഭകാലം, എന്നേക്കും നിലനിൽക്കുന്ന ശുഭകാലം. ഒരാഴ്ച സന്തോഷാണെങ്കിൽ അടുത്ത ആഴ്ച പ്രതിസന്ധി, അതല്ല. ഒരു മാസം പ്രോസ്പെരിറ്റി ആണെങ്കിൽ അടുത്ത മാസം പോവർട്ടി അല്ല. എന്നേക്കും നിലനിൽക്കുന്ന ചിലത്. Nobody can break you. No one can overtake you. The everlasting blessings, the everlasting prosperity, the everlasting spiritual abundance, I release it now in Jesus' mighty name. My God can do the miracles. Everlasting blessings, everlasting prosperity. അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന കുടുംബങ്ങളോട് നിലനിൽക്കുന്ന ഒരു ശുഭകാലം, നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം, നിലനിൽക്കുന്ന സാമ്പത്തികം, നിലനിൽക്കുന്ന സന്തോഷം, നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന വിടുതൽ, നിലനിൽക്കുന്ന ശുശ്രൂഷ, നിലനിൽക്കുന്ന അഭിഷേകം
I release it now in the name of Jesus. നിങ്ങൾ എന്റെ വഴികളിൽ നിന്നാൽ ഞാൻ നിന്റെ ശത്രുക്കളെ കീഴടക്കും. Come on, let us turn. Come back to my way. ഒറ്റ കാര്യമേ ദൈവം പറയുന്നുള്ളൂ. എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ വൈരികളെ അവരുടെ മുമ്പിൽ നിന്ന് വേഗത്തിൽ നീക്കി. എന്റെ കരം അവർക്കെതിരെ തിരിഞ്ഞ് ഞാൻ അവരെ കീഴടക്കുമായിരുന്നു. അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവം ഈ കാര്യത്തെ ഇസ്രായേലിനു വേണ്ടി, തന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ ഇന്ന് 2 വേർഡിലാണ് നിൽക്കുന്നത്: വേ ആൻഡ് ഡോർ. വഴിയും വാതിലും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ജനമായ ഇസ്രായേലിനോട് അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ ദൈവം അറിയിക്കുകയാണ്, മോശയോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോൽ കടലിനും മധ്യേ ബാൽസേഫോന് സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എന്നാൽ അവർ ദേശത്തുഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ ഒരു വേർഡ് അതിൽ കിടപ്പുണ്ട്: തിരിയുക. നിങ്ങൾ തിരിയുക. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സകലത്തിലും അവൻ തിരിവുകൾ കൊണ്ടുവരും. ഇപ്പോൾ നീ ആയിരിക്കുന്ന സാഹചര്യത്തെ തിരിക്കാൻ അവന് കഴിയും. അവന് തിരിക്കാനും കഴിയും. എന്റെ ദൈവത്തിന് തിരിഞ്ഞോണ്ടിരിക്കുന്നത് നിർത്താനും കഴിയും. Thank you, Jesus. Thank you, Jesus. പാസ്റ്റർ കർത്താവിനോട് ആ വാക്യം വീണ്ടും God is reminding me. ദൈവം എന്നെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു. ദൈവം അബീമേലെക്കിലൂടെ റഹബോത്ത് വെളിപ്പെടാൻ, ഇസഹാക്കിന് 100 മേനി വിളവുണ്ടാകാൻ, വാഗ്ദത്തത്തിൽ അവൻ എത്താൻ ദൈവം രാജകീയമായ കൽപ്പനയാണ് ഇട്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറഞ്ഞത് അവനെ തുടരുതെന്ന്, രാജാവാണ്. ദാറ്റ് ഈസ് എ റോയൽ പ്രൊട്ടക്ഷൻ. Royal protection. I decree and declare the royal protection in the mighty name of Jesus. Lord, I receive it. I release it. ഈ ദൈവം റൂട്ട് ചെയ്യുന്നത് ഭയങ്കര ടൈമിങ്ങാണ്. മോശക്കുഞ്ഞിനെ ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി പെട്ടകത്തിന് കീല് തേച്ച് കുഞ്ഞിനെ അതിനകത്ത് എടുത്ത് വെച്ച് നൈൽ നദിയിലേക്ക് കുട്ടിയെ ഒഴുക്കി വിടുമ്പോൾ ഈ നൈൽ ഒഴുകുന്ന ആ വെള്ളം ഒഴുകുന്ന ഒഴുക്കിന് ഒരു വേഗതയുണ്ട്.
അത് നമ്മളാരുമല്ല മോട്ടോർ വെച്ച് കൺട്രോൾ ചെയ്യുന്നേ. ചിലപ്പോൾ ആ വേഗത കൂടാം, ചിലപ്പോൾ ആ വേഗത കുറയാം. ഒരു നദിയിൽ വെള്ളം ഒഴുകുന്നത് എപ്പോൾ വേണമെങ്കിലും ഒഴുക്ക് കൂടാം, എപ്പോൾ വേണമെങ്കിലും ഒഴുക്ക് കുറയാം. അൺപ്രഡിക്റ്റബിൾ ആണ്. ദൈവത്തിന്റെ ടൈമിംഗ് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഞാൻ ചുമ്മാ ഇന്ന് പ്രസംഗിക്കാന്ന് ചിന്തിക്കരുത്. ആ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ഫറവോന്റെ പുത്രി കൃത്യമായി കുളിക്കാൻ ഇറങ്ങി വരുന്ന ആ ടൈമിംഗ്, ആ സമയത്തോടനുബന്ധപ്പെട്ട് വെള്ളം ഒഴുകുന്നു. ഒഴുക്ക് കുറച്ച് ഫാസ്റ്റ് ആയാൽ ഫറവോന്റെ പുത്രി വരുന്നതിന് മുമ്പ് കുഞ്ഞ് കുളക്കടവ് കഴിഞ്ഞു പോകും. ഒഴുക്ക് കുറച്ച് ഡിലേ ആയാൽ ഫറവോന്റെ പുത്രി കുളിച്ചു പോയി കഴിഞ്ഞേ കൊച്ചു അതുവഴി പാസ് ചെയ്യൂ. ദൈവം കൃത്യമായി വെള്ളത്തിന്റെ ടൈം സെറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഈ ചർച്ചിൽ ആരുടെയൊക്കെയോ ടൈം സെറ്റ് ചെയ്യുകയാണ്. നിന്റെ വിടുതലിന്റെ ടൈം, നിനക്ക് വഴി തുറക്കുന്ന ടൈം, നിന്റെ വിവാഹത്തിന്റെ ടൈം, നിനക്ക് തലമുറകൾ വരാനുള്ള ടൈം, നിന്റെ സൗഖ്യത്തിന്റെ ടൈം, നിന്റെ വാഗ്ദത്തം നിറവേറാനുള്ള സമയം യേശുവിന്റെ നാമത്തിൽ ഇതിൽ സെറ്റിൽ ചെയ്യാണ്. La shubreha se kalia. Nasbrate se kolia. ഈ ലൈവിനകത്ത് യൂട്യൂബിൽ എന്നെ കാണുന്ന കുടുംബത്തോട് പറയുന്നത്, നിന്റെ തലമുറയുടെ വിവാഹത്തിന്റെ ടൈം കർത്താവ് കൃത്യമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിന്റെ ഹസ്ബൻഡിന്റെ മാനസാന്തരത്തിന്റെ ടൈം ദൈവം കൃത്യമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടിപ്പിച്ച് ലിവ്യാഥാനെ തകർത്ത്, ഈ ലിവ്യാഥാനെ തകർത്ത് അതിനകത്തുനിന്ന് ആ കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് പറയുന്നത്, ലിവ്യാഥാൻ വേറൊരു സംഭവമാണ്, അതൊരു സ്പിരിറ്റാണ്. ലിവ്യാഥാനെ കുറിച്ച് പ്രസംഗിക്കാൻ ഇന്ന് നേരെയില്ല, അങ്ങനെ ഒരു മെസ്സേജ് തന്നെയുണ്ട്. ലിവ്യാഥാനെ തകർത്തെന്ന് പറയുമ്പോൾ തൻ്റെ ജനത്തിന് വരേണ്ട പ്രോസ്പെറിറ്റിക്ക് എതിരായി നിന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അതിനെ ദൈവം ആദ്യം ഒന്ന് പൊളിച്ചു. അത് പൊളിഞ്ഞപ്പോൾ കാട വന്നു. ഇന്ന് പകൽ ലിവ്യാഥാൻ തകരും. In the name of Jesus. Hallelujah. 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 ലിവ്യാഥാൻ തകരും. മഹാസർപ്പത്തെ കുത്തി ലിവ്യാഥാനെ തകർത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് അത്ഭുതങ്ങളെ ചെയ്തു. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇനി കാടപ്പക്ഷിയെ കാറ്റടിപ്പിച്ച് ദൈവം അവരുടെ കൂടാരത്തിൽ കൊണ്ട് നിർത്തി, അല്ലേ? പക്ഷികൾ പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ടെക്നോളജി ദൈവത്തിന്റെ കയ്യിലാണ്. കാക്കയ്ക്ക് പറക്കാൻ കഴിയുന്ന റേഞ്ചിലല്ല കഴുകൻ പറക്കുന്നത്. സ്തോത്രം. ഈ കാറ്റിനനുസരിച്ചാണ് ഇവറ്റകളുടെ നിൽപ്പ്. കഴുകൻ പറക്കുന്ന റേഞ്ചിലേക്ക് കാക്ക കയറും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കയറി കഴിയുമ്പോഴത്തേനും അവന് നിൽക്കാൻ പറ്റത്തില്ല. ആ മേക്കാറ്റിൽ ആ കാറ്റിനെ ഇവന്റെ ചിറകിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
അവൻ്റെ ചിറക് കുഴഞ്ഞിങ്ങനെ പിന്നെ ഇങ്ങ് താഴെ വരും. 3000 അടി ഉയരത്തിൽ പറന്ന ഫ്ലൈറ്റ് 1000 അടി ഉയരത്തിലേക്ക് വരുന്നത് പോലെ ഇവൻ ഇനി താഴെ വരും. അവിടെ നിൽക്കാനുള്ള ആ കാറ്റിനകത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി അവൻ്റെ ചിറകിനില്ല. ഈ കാറ്റനുസരിച്ചാണ് എല്ലാ പക്ഷികളുടെയും. ഭയങ്കര കാറ്റ് അവർക്ക് ഓപ്പോസിറ്റ് അടിച്ചാൽ അവർക്ക് പറന്ന് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണം, ഈ കൂടാരത്തിനകത്ത് കൈ എത്തി പിടിക്കാവുന്ന, ഇപ്പം 5 അടി 5 ഇഞ്ച് നീളമുള്ളവന് പിടിക്കാവുന്ന ഹൈറ്റിൽ അവൻ്റെ കാട, 6 അടി 3 ഇഞ്ച് ഉള്ളവന് പിടിക്കാവുന്ന ഹൈറ്റിൽ അവൻ്റെ കാട. ഇത് പറക്കുന്ന സാധനമാണ്. ഇതങ്ങനെ പിടിക്കാൻ വേണ്ടി എന്നെ പിടിച്ചോന്നും പറഞ്ഞു വന്ന് നിന്ന് കൊടുക്കുന്ന സാധനമല്ല. ഇത് പറന്നങ്ങ് പോകുന്ന സാധനമാണ്. കൃത്യമായി കാറ്റിൻ്റെ ടൈമിങ്ങിനെ, കാറ്റിൻ്റെ വേഗതയെ, കാറ്റിൻ്റെ ദിശയെ സെറ്റ് ചെയ്ത് ഇത് ഈ കാറ്റ് മുകളിൽ അടിച്ചാൽ ഇത് താഴെ കൂടെ പറന്നു പോകും. ഇത് താഴെ അടിച്ചാൽ ഇത് മുകളിൽ കൂടെ പറന്നു പോകും. ഇതിന് മുകളിലും താഴെയും പറക്കാൻ പറ്റാതെ കൃത്യമായ അനുപാതത്തിൽ കാറ്റിനെ അടുപ്പിച്ച്, യു അണ്ടർസ്റ്റാൻഡ് മീ? ഇന്ന് പകൽ നീ ഒന്നും ടെൻഷൻ ആകണ്ട. കർത്താവ് അതെല്ലാം സെറ്റ് ചെയ്തോളും. വിശ്വസിക്കുന്ന ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് പിടികിട്ടും? നീ ടെൻഷൻ ആകണ്ട. അതെങ്ങനെ കൈ വരും, അതെങ്ങനെ കിട്ടും, അതെങ്ങനെ നടക്കും, അതെങ്ങനെ സാധ്യമാകും, അതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ തല പുകയേ വേണ്ട. അതെല്ലാം കൃത്യമായ അനുപാതത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഐ എം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. റൈറ്റ് ടൈമിൽ അത് വരും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഇസ്രായേൽ ജനം തിരിഞ്ഞു. ചെങ്കടൽ അവരുടെ മുമ്പിൽ വന്നു. പക്ഷെ ആ വഴി എടുക്കാൻ ആരാ പറഞ്ഞേ? പറ. നിങ്ങൾ തിരിഞ്ഞ് പീഹാഹിരോത്തിനും മിഗ്ദോൽ കടലിനും സമീപെ പാളയം ഇറങ്ങണം, ആ റൂട്ട് എടുക്കണം എന്ന് പറഞ്ഞ ആരാ? ദൈവം പറഞ്ഞ റൂട്ടിലായിരുന്നു ചെങ്കടൽ. ഇനി ദൈവം ചെയ്ത വേറൊരു പണി കേൾക്കണോ? ഈ ദൈവം തമ്പുരാൻ ഇങ്ങനെ തിരകഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടേത്. നിങ്ങളുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് സ്റ്റോറിയും ദൈവം എഴുതി കഴിഞ്ഞു. അതാണ് ജെറമ്യായോട് ദൈവം പറഞ്ഞ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുന്നു ദൈവസന്നിധിയിൽ ഈജിപ്തിലേക്ക് പോകാൻ. എന്താ സഹോദരി അവിടെ സംഭവിച്ചെന്നറിയാവോ? അവിടെ സംഭവിച്ചത് അപ്പന്റെ കാലത്തുണ്ടായ ക്ഷാമം മകന്റെ കാലത്തുണ്ടായി. അങ്ങനല്ലേ 26-ന്റെ 1-ാം വാക്യം തുടങ്ങുന്നത്? അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. നിങ്ങൾക്കറിയോ, ഈ അബ്രഹാം ഫേസ് ചെയ്തത് പലതും ഇസഹാക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി. അബ്രഹാമിന്റെ ഭാര്യയായ സാറയും പിടിച്ചോണ്ട് പോയി സിസ്റ്ററാന്ന്, പെങ്ങളാന്ന് പറയേണ്ടി വന്നു. ഇസഹാക്കിന്റെ ഭാര്യയും റബേക്കയും പിടിച്ചുകൊണ്ട് പോയി പുള്ളിക്ക് അതും പെങ്ങളാന്ന് പറയേണ്ടി വന്നു. ഈ അബ്രഹാം ഫേസ് ചെയ്തത് പലതും ഇസഹാക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പന്മാർ ഫേസ് ചെയ്തത് പലതും മക്കളുമാർ ഫേസ് ചെയ്യുന്നു. ഞാൻ ഈ മെസ്സേജിൽ നിന്ന് പുറത്തിറങ്ങുക, ഇതിന്റെ തിയോളജി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി പറയുന്ന ആ മെസ്സേജ് അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതിന്റെ കണ്ടന്റിലോട്ടൊന്നും ഞാൻ പോവുകയല്ല. അതിന്റെ മൂലഭാഷ ഹീബ്രുവും ഗ്രീക്കും ഒന്നും ഞാൻ എടുക്കുകയല്ല. ഞാൻ ഒരു ഡിക്ലറേഷൻ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ നടത്തുകയാണ്. അപ്പൻ അനുഭവിച്ചത് പലതും മോൻ അനുഭവിക്കുന്നു.
ആ നിലകളിൽ പിന്തുടർച്ചയായി എൻ്റെ അമ്മ അനുഭവിച്ച അതേ രോഗം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ അപ്പൻ അനുഭവിച്ച അതേ, എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ വഴിക്കാരും അനുഭവിച്ച പല പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കുന്നു. ജനറേഷനിലായിട്ട് കയറി വരുന്ന ചില രോഗങ്ങൾ, ജനറേഷനിലായിട്ട് കയറി വരുന്ന ചില പ്രതിസന്ധികൾ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം അതിനെ പൊളിക്കും. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിന്റെ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, ക്രിസ്തുവിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, the precious blood of Jesus. Hallelujah. Glory. ഈ അപ്പൻ അനുഭവിച്ചത് മകൻ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ, കേട്ടോണം, ഞാൻ ഒരു 5 മിനിറ്റോടെ പ്രസംഗിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കാൻ പോവാണ്. ഐസക് ഒരു തീരുമാനം എടുക്കുന്നു, ഇസഹാക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നു. എന്താ തീരുമാനം നോക്കിയേ? ഗരാറിലേക്ക്, ഈജിപ്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ യഹോവയാകുന്ന ദൈവം, മോനെ ആ വാക്യം ഒന്ന് സ്ലൈഡ് ചെയ്യണം. അവിടെ യഹോവയാകുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് കണ്ടോ ആ വേർഡ് കണ്ടോ? യഹോവ അവന് ദൂതനെ വിട്ടില്ല. അബ്രഹാമിന്റെ അടുക്കൽ പോലും വിട്ടത് ഏഞ്ചൽസിനെയാ, ദൂതനെ വിട്ടില്ല, മറ്റാരെയും വിട്ടില്ല. ഡയറക്റ്റ് ഡീലാണ്. ദൈവം തന്നെ പുള്ളിക്ക് പ്രത്യക്ഷമായി, സാക്ഷാൽ ദൈവം പ്രത്യക്ഷമായി. യഹോവ അവന് പ്രത്യക്ഷമായി, അവനോട് നീ ഈജിപ്തിലേക്ക് പോകരുത്. ഇത് പറയാനാ വന്നേ. എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പോകാനിരിക്കുന്ന വഴിയിൽ നീ പോകരുത്. അത് നിനക്കുള്ള വഴിയല്ല. നീ പാക്ക് ചെയ്തിരിക്കുന്ന പെട്ടിയും എല്ലാം അഴിച്ചു വെച്ചോ, ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തോ. നീ പോകരുത്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, ക്ഷാമത്തെ കണ്ടുകൊണ്ട് നീ തെറ്റായ തീരുമാനമെടുക്കരുത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടുകൊണ്ട്, നിന്റെ പ്രസന്റ് സിറ്റുവേഷനെ കണ്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ നീ തന്നെ എടുക്കരുത്. ചർച്ചയിൽ നിന്ന് പോകാനുള്ള തീരുമാനം, ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള തീരുമാനം, എല്ലാം അവസാനിപ്പിക്കാനുള്ള തീരുമാനം, നാട് വിടാനുള്ള തീരുമാനം, ക്ലോസ് ചെയ്യാനുള്ള തീരുമാനം, ഫാസ്റ്റിംഗ് നിർത്താനുള്ള തീരുമാനം, ഇത് ദൂതാണ്, എടുക്കരുത്. സാഹചര്യത്തെ കണ്ടുകൊണ്ട് ഇസഹാക്ക് നീ തീരുമാനം എടുക്കരുത്. പിന്നെയോ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിന്റെ മേൽ നിവർത്തിക്കും എന്ന് പറഞ്ഞ ഇസഹാക്കെ, ഞാൻ നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തങ്ങൾ അങ്ങോട്ട് തരികല്ല, കുറെ പ്രോമിസുകൾ നിന്റെ മേളിൽ പെൻഡിങ് ആണ്. നിന്റെ മേളിൽ പെൻഡിങ് ആയി നിൽക്കുന്ന പ്രോമിസുകൾ ഞാൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇത് സഭയോടുള്ള ദൂതാണ്. ഇത് ശുശ്രൂഷകരോടുള്ള ദൂതാണ്. നിന്റെ മേളിൽ പെൻഡിങ് ആയി നിൽക്കുന്ന ചില പ്രോമിസുകൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. I'm going to break it down. ചോദിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ ദൂത് ശരിയാണോ എന്നറിയാൻ ഞാൻ ചോദിക്കുന്നു. ഏതെങ്കിലും പ്രോമിസുകൾ പെൻഡിങ് ഉള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. ദൈവം പറഞ്ഞ സഭയോട് വ്യക്തിപരമായി പറഞ്ഞ എന്തെങ്കിലും ദൂതുകൾ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തിയേ. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിൽ ഹബക്കൂക്ക് പറയുന്ന, യഹോവേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. 2023 തീരുന്നതിന് മുൻപ്, in the mighty name of Jesus, celebrate it, celebrate it, celebrate it. Glory.
ആണ്ടുകൾ തീരും മുൻപ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ ഇസ്ഹാക്കേ, നീ ഇനി പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും നടത്തണ്ട. ഓൾറെഡി നിന്റെ അപ്പൻ എന്റെ മുമ്പിൽ ചെയ്തത് ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് നിന്റെ മേളിൽ കിടപ്പുണ്ട്. ഞാനിവിടെ ചിലരോട് വ്യക്തമായി പറയുന്നു, നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ഉപവസിച്ച ചിലതൊക്കെ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയി കിടപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്ന ചില ഫിക്സഡുകൾ പൊട്ടിക്കാൻ പോവുകയാണ്. I am the way. ഞാൻ തന്നെ വഴിയാകും. ഇസ്ഹാക്കേ, നീ ഈജിപ്തിലേക്ക് വഴിയെടുക്കരുത്. മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ദൈവം പറഞ്ഞെന്നറിയാവോ? എന്റെ ജനവും മിസ്രൈമ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ബുദ്ധിയിൽ ആശ്രയിക്കേണ്ടവനല്ല, നീ ജാതികളിൽ ആശ്രയിക്കേണ്ടവനല്ല, നീ വാഗ്ദത്തത്തിൽ നിൽക്കേണ്ടവനാണ്. You are the seed of Abraham. You are the seed of Abraham. Isaac, you are the seed of Abraham. Deliverance Church, you are the seed of Abraham. സഹാക്ക് കുഴിച്ചു, വെള്ളം വന്നു, ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. പിന്നെ സഹാക്ക് കുഴിച്ചു, ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി, സിത്ന മണ്ണിട്ട് മൂടി, കുഴിച്ച ഓരോ കിണറുകളും മണ്ണിട്ട് മൂടി. പക്ഷെ അവൻ അവിടുന്ന് മാറിപ്പോയി, മറ്റൊരു കിണർ കുഴിച്ചു. അതിനവൻ രഹബോത്ത് എന്ന പേർ വിളിച്ചു. ബൈബിൾ പറയുന്നൊരു സത്യമുണ്ട്, ഫെലിസ്ത്യന് അവിടെ അവനോട് യുദ്ധം ചെയ്യുവാൻ വരാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവന്റെ സ്പേസിലേക്ക് അവൻ കയറി, അവന്റെ പ്രോമിസിലേക്ക് അവൻ കയറി. ഇനി യുദ്ധമില്ല. അങ്ങനൊരു സീസണിലോട്ട് ചിലര് കേറാൻ പോകുകയാണ്. കുറെ നാളത്തേക്ക് സാത്താൻ അവനെ വിട്ടുപോയി എന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഒരു സ്വസ്ഥതയുടെ കാലഘട്ടത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ കൈപിടിച്ചു കയറണേ. One way, that is Jesus. That is Jesus. That is Jesus. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. You are Alpha and Omega, Lord. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് സാമുവലേ, ഇനി നീ ആ വോയിസ് കേട്ടാൽ നീ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യണം. നീ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ അവിടെ ഒരു വലിയ തിരിവ് നിന്നിൽ സംഭവിക്കുകയാണ്. ഒരു ജനറേഷണൽ ബ്ലെസ്സിങ്ങിലേക്ക് നീ കയറുകയാണ്. ഒരു തലമുറയ്ക്ക് തന്നെ നീ അനുഗ്രഹമാകുക. ഓ ജീസസ്. കർത്താവേ, എനിക്ക് എൻ്റെ വഴിയിൽ സഞ്ചരിക്കണ്ട, നിന്റെ വഴിയിൽ എന്നെ നടത്തണേ. അവിടുത്തെ വഴിയിൽ എന്നെ നടത്തണേ. കണ്ണുകളെല്ലാം അടച്ചേ. ദാവീദ് ദൈവത്തോട് പറയുന്നു, കർത്താവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ.
ദൈവം ദാവീദിനോട് പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തന്ന് എൻ്റെ വഴിയിൽ ഞാൻ നിന്നെ നടത്തും. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയാൻ എത്ര പേരുണ്ട്? ആസാഫ് പറയുന്നു, എൻ്റെ ജനം എൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞെങ്കിൽ നന്നായിരുന്നു. എൻ്റെ കരം അവർക്ക് അനുകൂലമായേനെ, അവരുടെ വൈരികളെ ഞാൻ തകർത്തേനെ. പാറയിൽ നിന്ന് തേനും ശ്രേഷ്ഠമേറിയ ഗോതമ്പും ഞാൻ അവർക്ക് കൊടുത്തേനെ. അവരുടെ ശുഭകാലം എന്നേക്കും നിലനിന്നേനെ. ദൈവം ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, കർത്താവേ, നിന്റെ സാന്നിധ്യം വിട്ട്, നിന്റെ വഴി വിട്ട് എനിക്കെങ്ങോട്ടും പോകണ്ട, എനിക്കെങ്ങോട്ടും പോകണ്ട. ജീസസ്, നീയാ കർത്താവേ എൻ്റെ വഴി. വഴി എന്തെന്നറിയാതെ ഞാൻ നിൽക്കുമ്പോൾ നീയാ കർത്താവേ എൻ്റെ വഴി. ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളെ എൻ്റെ മുമ്പിൽ തുറക്കുന്നത് നീയാ കർത്താവേ. എന്നോട് പരിശുദ്ധാത്മ വീണ്ടും പറഞ്ഞു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേയ്സ്, വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. ഒത്തിരി ടെസ്റ്റ് മണികൾ, അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഉണ്ടാകും.